കോർപ്പറേറ്റ് വൽക്കരണ നയമാണ് പുതുക്കിയ ബജറ്റിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും നീതിയും ജീവിതത്തിൻ്റെ നിറവും പ്രദാനം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാചകമടി മാത്രമല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ബജറ്റിൽ കാണാനില്ല. സാധാരണക്കാരെ മറന്നതും കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകുന്നതുമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. മനോരമയുടെ റിപ്പോർട്ടും മുഖപ്രസംഗവുമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മനോരമ പത്രത്തിന്റെ മുഖ്യ തലക്കെട്ട് പദ്ധതിയുണ്ട്, പണം എവിടെ, ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ്. തുറമുഖവും വിമാനത്താവളവും കടലും കായലും മണലും ഭൂമിയും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിന് പണം വേണ്ട. ബജറ്റിൽ അത്തരമൊരു നയം മാത്രം മതി. ബജറ്റിലും അത് കാണാം. ബജറ്റ് പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലും ഈ നയം കാണാം. അദ്ദേഹം പറഞ്ഞത് LDFന്റെ നയമല്ല ഞങ്ങളുടെ നയം. അത് തികച്ചും ശരിയാണ്. LDF ഭരിച്ചപ്പോൾ നടപ്പാക്കിയ നയത്തിന്റെ ഫലമായി 31 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുകയും ലാഭത്തിലാക്കുകയും ചെയ്തു. എന്നാൽ മുൻ UDF സർക്കാർ 15 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ നഷ്ടത്തിലാക്കുകയോ ചെയ്തു. ഇതാണ് LDFന്റെയും UDFന്റെയും നയങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം. LDF സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുക മാത്രമല്ല, ശക്തിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്. ഒപ്പം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോഡി സർക്കാർ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുമ്പോൾ ലേലത്തിൽ പങ്കെടുത്ത് അത് ഏറ്റെടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. LDFന്റെ നയമല്ല ഞങ്ങളുടെ നയം. അത് സ്വകാര്യവൽക്കരണ നയമാണ്, സ്വകാര്യ നിക്ഷേപമല്ല. സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കലും സ്വകാര്യവൽക്കരണവും രണ്ടും രണ്ടാണ്. ഇനി ക്ഷേമ പെൻഷനുകളുടെ കാര്യം നോക്കാം. 3000 രൂപ ക്ഷേമ പെൻഷന് വേണ്ടി, സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ എന്നിവയൊക്കെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളായിരുന്നു. അതിനാവശ്യമായ പണം ബജറ്റിലില്ല. ദീർഘദർശനം ചെയ്യുന്ന രേഖയായി ഈ ബജറ്റിനെ കാണുമ്പോഴും ബജറ്റിലെ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന ചോദ്യം അതീവ ഗൗരവത്തോടെ ബാക്കിയാവുകയും ചെയ്യുന്നു. മനോരമ പത്രത്തിൽ ഇന്ന് നൽകിയ മുഖപ്രസംഗത്തിന്റെ അവസാന വാചകമാണിത്. ഈ ചോദ്യം മനോരമ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നതെങ്കിൽ അത് ജനങ്ങളാകെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. കിഫ്ബിയും ലൈഫും UDF കൈവിട്ടത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും അത് ആദ്യ ബജറ്റിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശന്റെ പ്രസംഗം. ആ വാഗ്ദാനം നടപ്പാക്കിയില്ല.
LDF സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതി അതിന് പണവുമില്ല. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി 14,500 കോടി രൂപയും സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി 31 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അതിന് 3,820 കോടി രൂപയും 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പരിശീലനവും അവരുടെ മികവും വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും നൽകാനുള്ള പണം ബജറ്റിൽ കഴിഞ്ഞ ജനുവരിയിൽ അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ വകയിരുത്തിയതാണ്. ആ തുകയും കാണാനില്ല. ഏതാണ്ട് പുല്ലരിയിൽ കിടക്കുന്ന പട്ടിയെപ്പോലെയാണ് ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ സമീപനത്തെക്കുറിച്ച് പറയേണ്ടത്. പട്ടിയൊട്ട് പുല്ല് തിന്നുകയില്ല. കാരണം പട്ടി നോൺ വെജിറ്റേറിയനാണ്. പശുവിനെ ഒട്ട് തീറ്റിക്കുകയുമില്ല. പശുവാവട്ടെ വെജിറ്റേറിയനാണ്. ഇങ്ങനെയൊരു നയം LDF സർക്കാർ നടപ്പാക്കിയ ജനപക്ഷ ക്ഷേമ പദ്ധതികളൊട്ട് അംഗീകരിക്കുന്നുമില്ല. UDF ആവട്ടെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയൊട്ട് നടപ്പാക്കുന്നുമില്ല. ഇപ്പൊ നേരത്തെ KSRTC സൗജന്യ യാത്ര നടപ്പാക്കി കഴിഞ്ഞ ജൂൺ 15-ാം തീയതി. പൊതുവെ ആ പദ്ധതി നല്ല കാര്യമായിട്ടാണ് ജനങ്ങൾ കണ്ടത്. അതിലും വാഗ്ദാന ലംഘനമാണ്. എല്ലാ ബസ്സിലും എല്ലാ യാത്രക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു വീടുകൾ കയറിയിറങ്ങി അന്നത്തെ പ്രതിപക്ഷ നേതാവും ബസ്സുകൾ കയറിയിറങ്ങി അന്നത്തെ AICC ജനറൽ സെക്രട്ടറിയും പറഞ്ഞത്. അവരുടെ ചുവട് പിടിച്ച് മറ്റ് കോൺഗ്രസ് നേതാക്കളും. പക്ഷെ എന്താ നമ്മുടെ അനുഭവം? തീർത്ഥാടന യാത്രക്കും ടൂറിസം യാത്രക്കും എല്ലാം നിങ്ങൾക്ക് സൗജന്യ യാത്ര, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഇതായിരുന്നു വോട്ട് കിട്ടുന്നതുവരെ അവർ പറഞ്ഞു നടന്നത്. വോട്ട് നേടി അധികാരത്തിലെത്തി. ഓർഡിനറിയിൽ മാത്രമായി ചുരുക്കി. അതാവട്ടെ ആ ഓർഡിനറി ബസ്സുകളിൽ പലതും സിറ്റി ഫാസ്റ്റാക്കിയും ഓർഡിനറി ബസിന്റെ പെയിന്റ് ചായം പൂശി മാറ്റി സൂപ്പർ ഫാസ്റ്റാക്കിയിട്ടും മാറ്റി. ഇപ്പോൾ ബജറ്റിലോ 800 കോടി രൂപയാണ് സൗജന്യ യാത്രക്ക് സർക്കാർ നൽകുമെന്ന് പറഞ്ഞത്. പക്ഷെ ബജറ്റിൽ വകയിരുത്തിയത് 600 കോടി രൂപ മാത്രം. ഒരു മാസത്തെ പെൻഷനും ശമ്പളത്തിനുമായി 148 കോടി രൂപയും വേണം. അതുമില്ല. ഫലത്തിൽ നടക്കാൻ പോകുന്നത് സിറ്റി ഫാസ്റ്റുകളാക്കി ബസ്സുകളെ മാറ്റും, സൂപ്പർ ഫാസ്റ്റുകളാക്കി പെയിന്റ് അടിക്കും. ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ എണ്ണം കുറയും. ഇതിനകം 700 ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളാക്കിയും പെയിന്റ് മാറ്റി സൂപ്പർ ഫാസ്റ്റാക്കിയും KSRTC സൗജന്യ യാത്രക്കുള്ള വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചു. പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്ത ഒരു പദ്ധതിയുടെ കഴിഞ്ഞ ഏതാനും ദിവസക്കാലത്തെ അനുഭവം ഇതാണ്. മറ്റൊരു ഗ്യാരണ്ടിയാണ് അവർ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ഒരു ജനവഞ്ചനയാണെന്ന് തെളിഞ്ഞു.
ആ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയത് 10 കോടി രൂപ മാത്രം. പ്ലാൻ ഫണ്ട് ഇനത്തിൽ വകയിരുത്തിയത് 1 ലക്ഷം രൂപയും. യഥാർത്ഥത്തിൽ ഇതുപോലെയൊരു ജനവഞ്ചന വേറെയില്ല. 95 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. 95 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെങ്കിൽ ചുരുങ്ങിയത് പ്രീമിയമായി ഒരു 30,000 കോടി രൂപ ഒരു വർഷം അടക്കണം. അതിൽ സർക്കാരിന്റെ വിഹിതം എത്ര, കുടുംബത്തിന്റെ വിഹിതം എത്ര എന്നതെല്ലാം കണക്കുകൂട്ടി വേണം അന്തിമമായ തീരുമാനമെടുക്കാൻ എന്നറിയാം. ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കി വരുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, അതിന് 700 കോടി രൂപ ജനുവരിയിലെ ബജറ്റിൽ LDF സർക്കാർ വകയിരുത്തിയതാണ്. അത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ കിട്ടും. 1.5 കോടിയോളം ജനങ്ങൾ വരും. ഫലത്തിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമില്ല, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരംഭിക്കുന്ന നിർദ്ദിഷ്ട ഇൻഷുറൻസ് പദ്ധതിയുമില്ല. കാരണം കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയ തുക പുതുക്കിയ ബജറ്റിൽ കാണാനില്ല. ഇതാണ് ജനവഞ്ചന. മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചത്. അത് മറ്റൊന്നുമല്ല, നമുക്ക് തൊഴിൽ രഹിതരായ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതി എന്നും പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച ഗ്യാരണ്ടി പ്രകാരമുള്ള പദ്ധതിക്ക് പണം അനുവദിക്കണ്ടേ? തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് വിസ്മയം നൽകുന്ന ഒരു പദ്ധതി എന്നാണെന്ന് പ്രഖ്യാപിച്ചത്. അതാണ് പലിശരഹിത വായ്പ. ഒരു നയാ പൈസ വകയിരുത്തിയിട്ടില്ല. പദ്ധതിയുടെ വിശദാംശങ്ങൾ ബജറ്റ് പ്രസംഗത്തിലില്ല. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പണം എവിടെയെന്ന ചോദ്യം ഉയർന്നു വരുമല്ലോ. മനോരമ പത്രം ചോദിച്ചതുപോലെ പണമില്ലാതെ പദ്ധതി എങ്ങനെ നടപ്പാക്കും? കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടതാണ് റവന്യൂ കമ്മി ഗ്രാന്റ്. അത് ഈ വർഷം കിട്ടേണ്ടത് 14,000 കോടി രൂപയിലധികമാണ്. ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് കേന്ദ്ര റവന്യൂ കമ്മി ഗ്രാന്റ് കിട്ടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം നമ്മൾക്ക് തരാതിരുന്നാൽ അത് വാങ്ങിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തണ്ടേ? ഒരു വരി അവിടെ എഴുതണ്ടേ? കേന്ദ്രം നിഷേധിച്ച ഈ പണം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള MPമാർ മഹാഭൂരിപക്ഷവും 18 പേരും UDFന്റേതാണ് എന്നതുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള പരിശ്രമം നടത്തുമെന്നെങ്കിലും പറയണ്ടേ? ഒരു നിവേദനമെങ്കിലും മുഖ്യമന്ത്രി കൊടുക്കണ്ടേ? കേന്ദ്രത്തിനെതിരായി ഒന്നും പറയില്ല, അതറിയാം. പക്ഷെ ഒരു നിവേദനം കൊടുക്കുന്നതിനെന്താ തടസ്സം? മാത്രമല്ല, അദ്ദേഹം നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ശീലത്തിന് വിരുദ്ധമായ വിധത്തിൽ ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയോട് കത്തെഴുതാൻ പറയാൻ. 2 ഭരണകേന്ദ്രം ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒന്ന് ലോക് ഭവൻ, മറ്റൊന്ന് സെക്രട്ടേറിയറ്റ്. ഈ 2 സമാന്തര ഭരണം കേരളത്തിൽ ഉണ്ടായാൽ എന്തായിരിക്കും ഭാവി? ഇരുണ്ട കാലത്തേക്കല്ലേ നമ്മൾ പോവുക?
2024 LDF ഭരിക്കുന്ന സമയത്ത് അന്ന് DGPയെയും ചീഫ് സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തി. മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അന്നത്തെ ഉദ്യോഗസ്ഥ തലവന്മാർ ഞങ്ങളെ ഗവർണർ വിളിച്ചിട്ടുണ്ട് എന്ന വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തെഴുതിയത്. എന്തേ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് കത്തെഴുതിപ്പിച്ചത്? ഗവർണർക്ക് നേരെ ഒരു കത്തെഴുതാനുള്ള തന്റെ ഇടം ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇല്ലേ? അവിടെയാണ് കോൺഗ്രസ് BJP ഡീൽ എന്ന പ്രശ്നം ഉയർന്നു വരുന്നത്. അത് നാം മംഗലാപുരം ദുരൂഹ യാത്ര മുതൽ പിന്നീടുണ്ടായ ഒരു മാസക്കാലത്തെ സംഭവവികാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഉടനീളം കാണാൻ കഴിയും. ഒരു കോൺഗ്രസ് BJP ഡീൽ. അത് തന്നെയാണ് നെഹ്റുവിൻ സോഷ്യലിസമല്ല, മോഡിയുടെ കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കുന്നതിന് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം. ജനങ്ങളാകെ സാധാരണക്കാരെ വഞ്ചിച്ച ഈ ബജറ്റിനെതിരായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. യെസ്, വേറെന്തുണ്ടോ? അത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കമ്പനിയാണ് ഇത്തരമൊരു പ്രപ്പോസൽ ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിച്ചത്. ബജറ്റിലെ പല കാര്യങ്ങളും കോർപ്പറേറ്റ് വൽക്കരണ അജണ്ടയാണ് എന്നതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ മേഖലയിലും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത് സ്വകാര്യ മേഖലക്ക് പല സൗകര്യവും നൽകിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അത് സംബന്ധിച്ച് ഇതിനകം തന്നെ മുൻ ധനകാര്യമന്ത്രി വസ്തുതകൾ സഹിതം പ്രതികരിച്ചിട്ടുമുണ്ട്. ഈ LDFന്റെ കാലത്ത് അത്തരം ഒരു പദ്ധതിക്കുള്ള പ്രപ്പോസൽ വന്നിരുന്നു, അല്ലാതെ തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ.